ഇന്ന് SLC റിസൾട്ട് വരികയാണല്ലോ. അപ്പോൾ SLC റിസൾട്ടുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കുഞ്ഞു കഥ. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. സുഹൃത്തിന്റെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ഡീറ്റെയിൽസും പറയുന്നില്ല. ആ സുഹൃത്തിന് 10ാം ക്ലാസ് റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ട് നോക്കിയപ്പോൾ 4 5 A+ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. +2-ലാകട്ടെ വിചാരിച്ച രീതിയിൽ A+ഒന്നും നേടാനും പറ്റിയിട്ടില്ല. കോളേജിലും അതുപോലെ തന്നെയാണ്, വിചാരിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷേ MA ഹിസ്റ്ററി പരീക്ഷയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടിക്ക് 3rd റാങ്ക് നേടാൻ പറ്റി. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന സമയത്തായാലും, +2 റിസൾട്ട് വന്ന സമയത്തായാലും, കോളേജിന്റെ റിസൾട്ട് വന്ന സമയത്തായാലും, ഈ സമയത്തൊക്കെ ആ കുട്ടിയുടെ പാരന്റ്സ് എന്ത് ചെയ്തു? അവളെ ചേർത്ത് നിർത്താണ്ടായിരുന്നത്. ചേർത്ത് നിർത്തുക പറഞ്ഞാല് ഒരു കുറ്റപ്പെടുത്തലുകളും നടത്തിയിട്ടില്ല. അപ്പോ എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. 10ാം ക്ലാസ് റിസൾട്ട് വരും. റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾക്ക് ചിലപ്പോൾ ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവാം, 9 A+ കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ A+കളെ കിട്ടാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം അവരെ ചേർത്ത് പിടിക്കലാണ്. കാരണം അവരാഗ്രഹിക്കുന്നത് അവരൊന്ന് കെട്ടിപ്പിടിക്കാനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എന്ത് ചെയ്യേണ്ട കാര്യം, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ മക്കളൊന്ന് ചേർത്ത് പിടിക്കുക. അവര് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനമായിട്ട് മാറും. അതിന്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ MA ഹിസ്റ്ററി പരീക്ഷയിലെ 3rd റാങ്ക്.